1924 ജൂൺ 14 ജർമ്മനിയിലെ ഓൾഡെ എന്ന ഗ്രാമത്തിൽ പിതാവ് ബെർണാഡ് മോണിങ്മാനും മാതാവ് പൗളയ്ക്കും കൂടി 6 മക്കളിൽ മൂന്നാമത്തെ മകളായി ജനിച്ച് 1924 ജൂൺ 18 ഓൾഡെ ഗ്രാമത്തിൽ സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ പൗള കാതറിൻ എന്ന് സ്നാനമേറ്റു. ചെറുപ്പത്തിൽ തന്നെ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കു വേണ്ടി ചെറിയ ത്യാഗങ്ങൾ അർപ്പിക്കുവാനും ജീവിതത്തിലെ അസൗകര്യങ്ങൾ സഹിക്കുവാനും അമ്മ അവരെ പഠിപ്പിച്ചു. ബാല്യത്തിൽ തന്നെ കഷ്ടപ്പെടുന്നവരിലും ദുരിതമനുഭവിക്കുന്നവരിലും പ്രത്യേക ശ്രദ്ധയും സഹതാപവും ഉണ്ടായിരുന്നു. 10ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച പൗള കാതറിൻ 11ാമത്തെ വയസ്സിൽ സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. തുടർന്ന് യുവത്വത്തിൽ തന്നെ ഉർസുലിൻ സഭയിൽ ചേർന്ന് ഒരു സന്യാസിനി ആകുവാനും യഥാർത്ഥത്തിൽ തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് നാടും വീടും ഉപേക്ഷിച്ച് കേരള കരയിലെ കണ്ണൂർ രൂപതയിലെ തളിപ്പറമ്പ് ദേശത്ത് വന്നു. തൻ്റെ മനസ്സിൽ ഉദിച്ച പട്ടുവം പാറയും കള്ളിമുൾ ചെടികളും നിറഞ്ഞ പ്രദേശം തിരഞ്ഞെടുത്തുകൊണ്ട് ദീനസേവന സഭയ്ക്ക് രൂപം നൽകുകയും മദർ പേത്രയുടെ ജീവിതശൈലിയും പ്രാർത്ഥനാ ചൈതന്യവും രോഗികളിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും ക്ഷയരോഗികളിലും കുഷ്ഠരോഗികളിലും യേശുവിൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കഠിന പ്രയത്നത്തിലും നിരന്തരമായ പ്രാർത്ഥനയിലും യേശുവിനെ പോലെ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ദൈവദാസി മദർ പേത്ര ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ദീനസേവന സഭാ സന്യാസിനികളിലൂടെ ഇന്നും ജീവിക്കുന്നു. ഏറെ പ്രത്യേകമായി ഹിയറിംഗ് ഇമ്പേർഡിനെ കുറിച്ച് പരിശീലനം നേടിയ സിസ്റ്റർ വന്ദന, സിസ്റ്റർ റോസ്മേരി, സിസ്റ്റർ ഹിൽഡ, കൃഷ്ണ ടീച്ചർ, മറ്റ് അധ്യാപകർ ചേർന്ന് ഈ കുട്ടികളെ പഠിപ്പിക്കുവാനും പരിശീലിപ്പിക്കുവാനും തുടങ്ങി. അങ്ങനെ സ്കൂൾ ഓരോ വർഷവും മുന്നോട്ട് വന്ന് വിജയം നേടിക്കൊണ്ടിരുന്നു. 2009 ആദ്യ ബാച്ച് SSLC പരീക്ഷയ്ക്ക് സന്നദ്ധരായി. നമ്മുടെ സ്കൂളിൽ തന്നെ നമുക്ക് സെൻറ്റർ അനുവദിച്ച് കിട്ടി. 9 കുട്ടികളാണ് ആദ്യമായി SLC പരീക്ഷയ്ക്ക് ഇരുന്നത്. അവർ എല്ലാവരും പാസ്സായി. അങ്ങനെ ആദ്യ പരീക്ഷയിൽ തന്നെ 100% വിജയം നേടുവാൻ കാരക്കുണ്ട് സ്കൂളിന് സാധിച്ചു. ക്രമേണ 3 വർഷത്തിന് ശേഷം സിസ്റ്റർ ഹെലേനയെ സ്കൂളിൻ്റെ പ്രധാന അധ്യാപികയായി നിയമിക്കുകയും ചെയ്തു. ഈ കാലയളവ് കൊണ്ട് സ്കൂൾ വീണ്ടും വളരുകയും അനേകം അധ്യാപകർ പഠിച്ച് ഈ സ്കൂളിലേക്ക് ജോലി ചെയ്യുന്നതിനും ഒപ്പം കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ കാലക്രമേണ ഈ സ്കൂൾ 2016 ആയപ്പോഴേക്കും ഹയർ സെക്കൻഡറി സ്കൂളായി ഉയരുകയും ഏകദേശം 21 അധ്യാപകർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇതിൽ 9 സിസ്റ്റേഴ്സും ബാക്കി അധ്യാപകരും അനധ്യാപകരുമാണ്. അങ്ങനെ കാലത്തിൻ്റെ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് അനേകം മക്കൾക്ക് തങ്ങളുടെ സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കുവാനും മാത്രമല്ല അവർക്ക് നല്ല ഭാവി ഉണ്ടാകുന്നതിനും പുറത്ത് ഗവൺമെൻറ് ഓഫീസുകളിൽ ജോലി ചെയ്യുന്നതിനും തങ്ങളുടെ തന്നെ കുടുംബങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും ഈ സ്കൂളിൽ പഠിച്ച അനേകം മക്കൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നും 98ഓളം കുട്ടികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കാലത്തിൻ്റെ വെല്ലുവിളികൾ അതിജീവിച്ച് സമയത്തിനൊത്ത് വളരുവാൻ ഈ മക്കളെ ഈ സ്ഥാപനത്തിലൂടെ സഹായിക്കുവാൻ ദീനസേവന സഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ കൃപയും കരുണയുമാണ്.
ഞാൻ 1994 ദീനസേവന സഭയിലേക്ക് കടന്നു വരുന്നത്. ആദ്യം എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത് കാരക്കുണ്ട് ഡോൺ ബോസ്കോ സ്കൂളിലേക്കായിരുന്നു. അങ്ങനെ ഈ സ്കൂളിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളാണെന്നും ഇവരെയാണ് ഞാൻ പഠിപ്പിക്കേണ്ടതെന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്. അതിനു മുമ്പ് ഞാൻ 2 വർഷത്തെ B.Ed ചെയ്തു. ആ B.Edന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. സ്പെഷ്യൽ B.Edും ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ട പ്രത്യേക ട്രെയിനിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ ഇവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഇവിടെ വന്ന് ഈ കുഞ്ഞുങ്ങളോടൊപ്പമായി കഴിഞ്ഞപ്പോൾ തൊട്ട് ഒത്തിരിയേറെ ഇവരെ ഞാൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു അനുഭവം തന്നെയാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയത്. മറ്റൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളതിന് മറ്റൊന്നും കൊടുക്കാനില്ല. കാരണം എന്താ പറഞ്ഞാൽ അവരെ ചേർത്ത് പിടിക്കുമ്പോൾ അവരുടെ ആവശ്യങ്ങൾ നമ്മുടേതായിട്ട് കാണുമ്പോൾ അവരിലേക്ക് ഒരാളായി മാറാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലൊക്കെ ഒരുപാട് വേദനകളും സന്തോഷങ്ങളും അവരുടെ പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. ഇതൊക്കെ പങ്കുവെക്കാനായിട്ട് അവർക്ക് ഭാഷയില്ല. അപ്പം പലപ്പോഴും അവർ ഉള്ളിൽ അതൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുമ്പം നമ്മളെപ്പോലെയുള്ളവരൊക്കെ അവരുടെ അടുത്ത് ചെന്ന് ഇവരോട് കാര്യങ്ങൾ ചോദിക്കും. അപ്പോൾ ഇവർക്ക് അറിയാം അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാവുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അവർ പങ്കുവെക്കാറുണ്ട്. ഈ പങ്കുവെക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി തോന്നും ഇവരെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പം എന്തായാലും അത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അനുഭവമാണ് ഈ കാരക്കുണ്ടിൽ ഇത്രയും വർഷത്തെ ജീവിതം. അതുപോലെ തന്നെ ഇവരെക്കുറിച്ച് പറയുവാണെങ്കിൽ 24 വർഷത്തിൽ ഇവരോട് ഇടപെടുത്ത് കഴിയുമ്പോഴാണ് ഇവർക്ക് ഇത്രയധികം കഴിവുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പം പലപ്പോഴും ആർട്ട് വർക്കാണെങ്കിലും അതുപോലെ തന്നെ ചിത്രരചനയാണെങ്കിലും കലാപഠനമാണെങ്കിലും മറ്റ് കായികാഭ്യാസമാണെങ്കിലും എന്താണെങ്കിലും ഇവർ അതിലൊക്കെ നന്നായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന കുട്ടികളാണ്. ഈ സ്കൂളിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാവർക്കും അറിയാം, ഇത് സ്പെഷ്യൽ സ്കൂളാണ്. സ്പെഷ്യൽ സ്കൂൾ എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യമേ ഉള്ളൂ. എന്താണ്? ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥലം. അത് മാത്രം അല്ല, നമ്മൾ പഠിച്ച സ്കൂളിനെ നമ്മൾ മാതൃവിദ്യാലയം എന്നാണ് പറയുന്നത്. ഇത് കുഞ്ഞുങ്ങൾക്ക് സ്വന്തം മാതൃഭവനമാണ്. ഒരു വിദ്യാലയം ഇതിനേക്കാൾ ഉപരി ഇതൊരു അമ്മ വീട് തന്നെയാണ്. ഇവിടെ നിങ്ങൾ കാണുന്ന സിസ്റ്റേഴ്സ്, അധ്യാപകർ, സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരും ആ മാതൃഭാവത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ട് കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് പഠിപ്പിക്കുന്നവരാണ്. പഠിപ്പിക്കുവാൻ ഈസിയാണ്, പക്ഷെ കുഞ്ഞുങ്ങളെ അവരുടെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് സ്നേഹിച്ച് പഠിപ്പിക്കുമ്പോഴാണ് കുഞ്ഞുങ്ങൾക്ക് ബോധ്യങ്ങൾ പെട്ടെന്ന് പാഠപുസ്തകങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുക. ഈ സ്കൂളിലെ സിസ്റ്റേഴ്സിനോട്, അധ്യാപകരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ ശാന്തത, ക്ഷമ, സ്നേഹം, കരുതൽ എല്ലാം എത്രയോ വലുതാണ്. ഞാൻ പറഞ്ഞു സ്പെഷ്യൽ സ്കൂൾ. ഇവിടുത്തെ എല്ലാ അധ്യാപകരും, സിസ്റ്റേഴ്സും, സ്റ്റാഫ് അംഗങ്ങളും അവരും സ്പെഷ്യൽ സ്വഭാവങ്ങളുടെ നല്ല വാല്യൂ, സ്നേഹത്തിൻ്റെ വിവിധ ഭാവങ്ങളോട് കൂടിയവരാണ്. ഞങ്ങൾ പുറത്ത് കൾച്ചറൽ മത്സരങ്ങൾക്ക്, ഡാൻസ് മറ്റു മത്സരങ്ങൾക്ക്, ഈ സ്പോർട്സ് മത്സരങ്ങൾക്കൊക്കെ പോകാറുണ്ട്. ഏത് സമയത്തും രാത്രിയോ പകലോ എല്ലാ അധ്യാപകരും ഒരു ടീമായിട്ടാണ് ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഈ 1 മുതൽ 10 വരെയുള്ള സ്കൂളിലെ കുട്ടികൾ ജനറൽ എക്സാം എഴുതുന്നുണ്ട്. ഞങ്ങളുടെ നിരന്തരമായ പരിശ്രമത്തിലൂടെ, അധ്വാനത്തിലൂടെ ഇവരുടെ പഠന കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് സ്കൂൾ സമയം കൂടാതെ എക്സ്ട്രാ സമയമെടുത്ത് ഞങ്ങൾ ഇവർക്ക് വേണ്ടി പഠന സഹായം ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവർ 10ാം ക്ലാസ്സിലൊക്കെ ഒരു 6-7 ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴത്തേക്കും ഇവർ നല്ല രീതിയിൽ ഭാഷയൊക്കെ സംസാര രീതിയിൽ ഇവർക്ക് സാധിക്കുന്നില്ലെങ്കിലും ആംഗ്യ ഭാഷയിൽ ഭാഷയൊക്കെ കൈകാര്യം ചെയ്യാൻ ഇവർ പ്രാപ്തരാകും.
ഒരു 10ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ ഈ സാമൂഹിക പശ്ചാത്തലവും ഈ പൊതുവായിട്ടുള്ള കാര്യങ്ങളിലുമൊക്കെ ഇവർക്ക് അറിവ് ലഭിക്കും. അതുവഴി 10ാം ക്ലാസ്സിൽ ഇവർ ഉന്നത വിജയം നേടാൻ സാധിക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ വേറെ സ്ഥാപനങ്ങളിൽ ഡിഗ്രി പഠനത്തിനായി പോകും. അങ്ങനെ അവർ ഗവൺമെൻറ്റിൻ്റെ PSC ടെസ്റ്റൊക്കെ പാസ്സാകും. അതിനായിട്ട് ഇവരെ സ്കൂളിൽ നിന്ന് നേരത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് അതിനായിട്ട് പരിശീലനം നൽകും. അങ്ങനെ പല മേഖലകളിലും ഈ കുട്ടികൾ തങ്ങളുടെ കഴിവുകൾ തെളിയിച്ച് ഗവൺമെൻറ് ജോലി വാങ്ങിയിട്ടുള്ള ഒത്തിരി കുട്ടികൾ ഉണ്ട്. അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ് നല്ല രീതിയിൽ കുടുംബജീവിതം നയിക്കുന്ന കുറേ കുട്ടികൾ ഉണ്ട്. എൻ്റെ പേര് രാജേഷ് M. ജോൺ. ഞാൻ സിസ്റ്റർമാരുടെ സ്വന്തമാണ്. 1992 ഞാൻ ഇവിടെ ഡോൺ ബോസ്കോ സ്കൂളിലേക്ക് വരുന്നത്. അങ്ങനെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഇവിടെ തന്നെയാണ് പഠിച്ചത്. അങ്ങനെ 10ാം ക്ലാസ്സിൽ 2001 SSLC പാസ്സായി. 2005 നമ്മുടെ ഇവിടെ ഈ സ്ഥാപനത്തിൽ ഡോൺ ബോസ്കോ സ്ഥാപനത്തിൽ തന്നെ കുക്കായിട്ടാണ് എനിക്ക് ജോലി ലഭിച്ചത്. ഗവൺമെൻറ് സർവീസിൽ ഞാൻ എൻട്രി ആയത്. 2010 ഭിന്നശേഷിക്കാർക്കുള്ള സംസ്ഥാന ബെസ്റ്റ് എംപ്ലോയി അവാർഡ് നേടിയിട്ടുണ്ട്. കുക്കിൻ്റെ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ സ്കൂളിൽ ഡ്രോയിങ് കുട്ടികളെ പഠിപ്പിക്കുന്നുമുണ്ട്. അപ്പം അതിൽ കുട്ടികൾ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ സംസ്ഥാന തലത്തിൽ വരെ ഡ്രോയിങ്ങിൽ നല്ല A ഗ്രേഡും സമ്മാനങ്ങളും ഒക്കെ വാങ്ങുന്നത് കൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത സിസ്റ്റർ വന്ദനയുണ്ട്. സിസ്റ്റർ പട്ടുവത്താണ്. ഇപ്പം പ്രായമൊക്കെ ആയതുകൊണ്ട് വയ്യാതിരിക്കുന്നതാണ്. അപ്പോൾ സിസ്റ്ററാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ സ്കൂളിലേക്ക് കൊണ്ടുവന്ന് അവന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. അതുപോലെ തന്നെ ഈ സ്കൂളിലൊരു ജോലി നൽകിയത് സിസ്റ്റർ തന്നെയാണ്. അപ്പോൾ സിസ്റ്ററിനെ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യും. ഞാൻ ഡോൺ ബോസ്കോ സ്കൂളിൽ കഴിഞ്ഞ 27 വർഷമായി പഠിപ്പിക്കുന്നു. എൻ്റെ നാട് ഇവിടെ പുളിയൂൽ എന്ന് പറയും, പ്രത്യേകിച്ച് കാരക്കുണ്ടിനടുത്തായിട്ട്. ഞാൻ ആദ്യമായി ഈ സ്കൂളിൽ എത്തിയത് 1997 അന്ന് സ്കൂൾ സിസ്റ്റം ആയിരുന്നില്ല. കാരണം എൻ്റെ വീട്ടിനടുത്ത ഉള്ള ജനറൽ സ്കൂളിലായിരുന്നു ഈ കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ കുട്ടികൾ ജനറൽ സമൂഹത്തിൻ്റെ നോർമൽ കുട്ടികളുടെ കൂടെ ഈ കുട്ടികൾക്ക് ആശയങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു സ്ഥിതി വന്നപ്പോഴാണ് ദീനസേവ സിസ്റ്റേഴ്സ് ഇതൊരു സ്കൂൾ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്നത്. ആദ്യം ഇതൊരു കോൺവെൻറ്റിനോട് ചേർന്നുള്ള ഒരു സ്കൂളായിട്ട് ആരംഭിച്ചത്. ഞാൻ സന്തോഷവതിയാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ. ഇവർ സാധാരണ ജനറൽ കുട്ടികളെക്കാളും ഒരുപാട് ആത്മാർത്ഥതയും സ്നേഹവും പ്രകടിപ്പിക്കുന്ന കുട്ടികളാണ്. ദൈവത്തിൻ്റെ മക്കളാണ്. നന്മ മാത്രം, അവരുടെ ആ സ്നേഹം അത് മാത്രമാണ് ഞങ്ങൾക്കിപ്പോൾ മുതൽക്കൂട്ട്. ഞാൻ 15 വർഷമായിട്ട് ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു. സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഹോസ്റ്റലിൽ കുട്ടികളുടെയും കൂടെ ചാർജുണ്ട്. 1ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. അതിൽ കുട്ടികളുടെ കൂടെ നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കും പഠിക്കാൻ പറ്റും. ക്ഷമ എന്ന പുണ്യം അഭ്യസിക്കാൻ നമ്മുടെ മക്കളുടെ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ ഉപകാരപ്രദമായൊരു കാര്യമാണ്. പിന്നെ അവരുടെ അടുത്ത് ഇടപഴകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, നമ്മുടെ രക്ഷിതാക്കളെക്കാൾ കൂടുതൽ ഇവർക്ക് നമ്മളോട് സ്നേഹമുണ്ട്. അതുമാത്രമല്ല, വീട്ടിലെ എല്ലാ കാര്യങ്ങളും നമ്മളോടൊന്ന് ഷെയർ ചെയ്യുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുകയൊക്കെ ചെയ്യും ഈ കുഞ്ഞുമക്കളെല്ലാവരും. അതുപോലെ ഈ കുട്ടികളുടെ സമഗ്രമായ വളർച്ചയിൽ നമ്മളെ കൊണ്ടാകുന്ന ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും സാധിക്കും. ഞാൻ 2011 ഈ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. അതിനകത്ത് നിന്നാണ് ഞാൻ ഈ സ്പെഷ്യൽ ട്രെയിനിങ്, അതായത് ഹിയറിംഗ് ഇമ്പയർഡ് കുട്ടികൾക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് എടുത്തത്. അതിനുശേഷം ഞാൻ സ്കൂളിൽ ജോയിൻ ചെയ്തു. ഈ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ ഈ ഫീൽഡിനെ കാണുക. പ്രത്യേകിച്ചും ഇവിടെയുള്ള സിസ്റ്റേഴ്സ്, അതുപോലെ ടീച്ചേഴ്സ് എല്ലാം ഒരു കുടുംബം പോലെയാണ് ഞങ്ങളിവിടെ കഴിയുന്നത്. അതുപോലെ എൻ്റെ കൈകളിലൂടെ കടന്ന ഒത്തിരി മക്കളുണ്ട്. അവരൊക്കെ ഒരു നല്ല രീതിയിൽ എത്തിപ്പെടാൻ സാധിച്ചു. അതായത് ജോലിയിലൊക്കെ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അതിലൊക്കെ വളരെ സന്തോഷം തോന്നുന്നു. അതുപോലെ തന്നെ ഇപ്പോഴുള്ള കുട്ടികൾ ചെറിയൊരു കേൾവി പരിമിതി ഉണ്ടെങ്കിലും
അവർ സ്പോർട്സിലും ആർട്സിലും ചിത്രരചനയിലുമൊക്കെ വളരെ നല്ല കഴിവുകളുള്ള മക്കളാണ്. പലപ്പോഴും അവരെ പഠിപ്പിക്കുമ്പോൾ വളരെ ഹാപ്പിയാണ്. മീൻസ് അവർ നല്ല നിഷ്കളങ്കരാണ്. വളരെ ക്ഷമയോടുകൂടി മക്കളെ ഇടപെടും. അതുപോലെ നമ്മൾ എന്ത് കാര്യം അവരോട് പറഞ്ഞാലും ഒബീഡിയൻ്റ് ആണ്. അതുപോലെ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യും. ഞാൻ ജനറൽ ടീച്ചർമാരുടെയൊക്കെ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോഴുള്ള അനുഭവങ്ങൾ പറയുമ്പോൾ, ഈ മക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ ഇന്നസെൻ്റായിട്ട് നമ്മളോട് ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന മക്കളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫീൽഡ് ഞാൻ എൻജോയ് ചെയ്താണ് ഈ മക്കളെ പഠിപ്പിക്കുന്നത്. ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് നോക്കുമ്പോൾ എത്രയോ നല്ല ഒരു അനുഭവങ്ങൾ, നല്ല ഓർമ്മകൾ ഇവിടെ എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് സിസ്റ്റർ ആഗി. ഞാൻ 15 വർഷമായിട്ട് സ്കൂളിൽ പഠിപ്പിച്ചു വരുന്നു. ഞാൻ പഠിപ്പിക്കുന്ന വിഷയം ഗണിതമാണ്. ഗണിത അധ്യാപനം ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു വിഷയം തന്നെയാണ്. ഈ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു ഭയവും പേടിയൊക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഈ കുട്ടികളിലൂടെ തന്നെ വളരെ വ്യക്തമായും ആശയവിനിമയം നടത്താനും അതിലുപരിയായിട്ട് സാധാരണ ലെവലിലുള്ള കുട്ടികളെക്കാൾ അപേക്ഷിച്ച് ഈ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്നതും ആയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. പല കാറ്റഗറിയിലുള്ള കുട്ടികൾ നമ്മുടെ ഈ സ്കൂളിൽ വരുന്നുണ്ട്. മൈൽഡ്, സിവിയർ, മോഡറേറ്റ്, പ്രൊഫൗണ്ട്, അങ്ങനെ 4 കാറ്റഗറിയിലുള്ള കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവൽ അനുസരിച്ച് കുട്ടികൾ അവരുടേതായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാറുണ്ട്. ഞാൻ 2015 ഈ സ്കൂളിൽ ഹയർ സെക്കൻഡറി അധ്യാപികയായിട്ട് ജോയിൻ ചെയ്തതാണ്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് ഞാൻ പഠിപ്പിക്കുന്ന സബ്ജക്റ്റ്. 19 കുട്ടികൾ +2 ക്ലാസ്സിലും 13 കുട്ടികൾ +1 ക്ലാസ്സിലും നിലവിലുണ്ട്. 2015 ഞാൻ ഈ സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കേൾവിക്കുറവുള്ള കുട്ടികളെ പഠിപ്പിച്ചൊരു പരിചയമോ അവരുമായിട്ടൊരു മറ്റ് എക്സ്പീരിയൻസുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താണെന്നറിയില്ല, ഞാൻ 3 വർഷത്തെ സാധാരണ കുട്ടികളെ പഠിപ്പിച്ചുള്ളൊരു എക്സ്പീരിയൻസിന് ശേഷമാണ് ഞാൻ ഈ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം ഇവരുമായിട്ട് പെട്ടെന്ന് തന്നെ അവരുമായിട്ടങ്ങ് മിങ്കിൾ ചെയ്ത് അവരുടെ കൂടെ ഒന്നിച്ചായിരുന്ന് അവരുടെ കയ്യിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് സൈൻ ലാംഗ്വേജും മറ്റും പഠിച്ചത്. പിന്നീട് അടുത്ത 1-2 വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷം ഇവരുടെ ലാംഗ്വേജിൽ തന്നെ വളരെ ക്ലിയറായിട്ട് ക്ലാസ്സുകൾ എടുക്കാനും അതുപോലെ തന്നെ ഇവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ദൈവകൃപയാൽ ഇപ്പം സാധിക്കുന്നുണ്ട്. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നതെന്ന്. പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടാകുന്ന സന്ദർഭത്തിലും നമുക്ക് ദൈവം ഓരോ കൈത്താങ്ങായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലും. ഇപ്പോൾ ഇവരുടെ കൂടെ ആയിരിക്കുമ്പോൾ വളരെയധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന ടെക്നിക്കലായിട്ടൊരു സബ്ജക്റ്റിനെ വളരെ നല്ല രീതിയിൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ വളരെ ഒരു വലിയ കൃപയായിട്ട് തന്നെ കരുതുകയാണ്. ഞാനിവിടെ ഒരു 8 വർഷത്തോളമായിട്ട് ഈ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ വന്ന കാലം മുതൽ കുട്ടികളുമായിട്ട് ഒത്തിരി ഒരുമിച്ച് അവരുടെ ടീച്ചിങ്ങിലാണേലും അവരുടെ കലാകായിക മേഖലയിലൊക്കെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇവരുടെ ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിരിക്കുന്നത് സാധാരണ നോർമൽ കുട്ടികൾ എക്കാലം കൂടുതൽ വളരെ ഭംഗിയായിട്ട് ഇവർ നൃത്തം ചെയ്യുന്നതൊക്കെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇവർ പാട്ട് കേൾക്കാതെയാണ് നൃത്ത ചുവടുകൾ വയ്ക്കുന്നത്. ഒരു ശബ്ദം കേൾക്കാതെ അല്ലെങ്കിൽ അതിലൊരു താളം തിരിച്ചറിയാതെ പോലും ഒരു താളപ്പിഴവ് പോലും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് ഇവർ നൃത്തം വയ്ക്കുന്നത് എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഇവരുടെ കലാപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വരുവാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. മുതൽ ഇവിടെ ഹയർ സെക്കൻഡറി അധ്യാപികയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. B.Ed കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇവിടെ അധ്യാപക ഒഴിവുണ്ട് എന്നുള്ള പരസ്യം കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ആദ്യം ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇവരെ പഠിപ്പിക്കാനുള്ള സൈൻ ലാംഗ്വേജിലാണല്ലോ ഇവരെ പഠിപ്പിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അവരുടെ ഭാഷയൊന്നും ഞങ്ങൾക്ക് അത്ര അറിയത്തില്ലായിരുന്നു. എന്നാൽ ഇവരുടെ കൂടെ നിന്ന് ഇവരുടെ ഭാഷ മനസ്സിലാക്കി ഇപ്പോൾ ഇവരെ നന്നായിട്ട് പഠിപ്പിക്കാൻ കഴിയുന്നുണ്ട് ഞങ്ങൾക്ക്. പിന്നെ നമ്മുടെ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ പഠനത്തിൽ അവർ നല്ല മികച്ച കുട്ടികളെന്ന് തന്നെ പറയാം, മികച്ച കഴിവുള്ള കുട്ടികൾ തന്നെ പറയാം. പഠനത്തോടൊപ്പം തന്നെ അവർ കലാ കായിക വിദ്യാഭ്യാസത്തിലും എല്ലാത്തിലും അവർ മികവ് പുലർത്തുന്ന കുട്ടികളാണ്. ഞാൻ 2006 മുതൽ ഈ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്. ഇന്നലെ കുട്ടികളോട് നമ്മൾ എന്തെങ്കിലും ഒരു ചിത്രം വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു.
അപ്പോൾ അവർ ഉടനെ ചോദിച്ചു, ഗുഡ്നസ് ടി വിക്കാർ വരുന്നുണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു അവരുടെ ഒരു എംബ്ലം എന്താണ്, അവരുടെ എംബ്ലം എന്ന് നമ്മളോട് ചോദിച്ചു. അപ്പോൾ അവർ നമ്മൾ യൂട്യൂബിൽ ഈ ഗുഡ്നസ് ടി വിയുടെ എംബ്ലം എടുത്ത് അവരെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അതനുസരിച്ച് അവർ ഒരു പിക്ചർ ഇതിൽ വരയ്ക്കുകയുണ്ടായി. ആ പിക്ചറിൽ അവരുടെ ഭാവന ഡോൺ ബോസ്കോ സ്കൂളിൻ്റെ പേരും ഞങ്ങളുടെ ഫൗണ്ടേഴ്സ് മദർ പേത്രയുടെ പിക്ചറും വെച്ചിട്ടാണ് അവർ ആ പിക്ചർ വരച്ചിരിക്കുന്നത്. അവരുടെ ഭാവന ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ക്രാഫ്റ്റ്, ആർട്സ്, സ്പോർട്സ് ഇതിൽ വളരെയധികം നന്നായി ചെയ്യാൻ കഴിവുള്ള കുട്ടികളാണ്. നമുക്കൊത്തിരി അഭിമാനമാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് തന്നെ. ഒരു ക്ലാസ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അവരോടൊരു കാര്യം പറഞ്ഞാൽ അവരത് അനുസരിക്കും. ഒരു കണക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവർ നമ്മൾ അറിയത്തില്ലെങ്കിലും അറിയാമെങ്കിൽ പോലും അവർ നമ്മൾ ധിക്കരിച്ചൊന്ന് സംസാരിക്കാറില്ല. നല്ല കുട്ടികളായിട്ട് അവർക്ക് അത് തെറ്റാണെങ്കിൽ പോലും അവർ ചെയ്ത് നമ്മളെ കാണിക്കും. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഒരു കൃപ ഈ കുട്ടികളുടെ മേലുണ്ട്. ഞാൻ ഈ സ്ഥാപനത്തിൽ 3 വർഷത്തോളമായി ജോലി ചെയ്യുന്നു. പിള്ളേരുടെ വാർഡനായിട്ടാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഈ പിള്ളേരോടുള്ള ജീവിതം വളരെ സന്തോഷപ്രദമാണ്. ഇവരെല്ലാവിധ കഴിവുകളും ഉള്ളവരാണ്. കലാപരമായും കായികപരമായിട്ടും ഒത്തിരി വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന പിള്ളേരാണ് ഇവർ എല്ലാവരും തന്നെ. ആരും ഒരു കാര്യത്തിൽ നിന്നും മാറി നിൽക്കാറില്ല. ഷട്ടിൽ ബാഡ്മിൻ്റ് ഇവർ വളരെ ഭംഗിയായിട്ട് കളിക്കാറുണ്ട്. അതുപോലെ ഫുട്ബോൾ ഇവരുടെ ടൈം ടേബിളിൽ തന്നെ 1 മണിക്കൂർ ഇവർക്ക് കളിയുണ്ട്. പിന്നെ ഇപ്പോൾ യോഗ പരിശീലനം ഇവർക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ 5:30 ആകുമ്പോൾ ഉണർന്ന് 6 മണി വരെ യോഗ ചെയ്യാറുണ്ട്. പിന്നെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലുമൊക്കെ സ്പോർട്സിന് ഒത്തിരിയേറെ സമ്മാനങ്ങൾ ഇവർ നേടിയിട്ടുണ്ട്. കലോത്സവത്തിലാണെങ്കിലും നൃത്ത വിഭാഗത്തിലും മറ്റു പല എല്ലാ വിധത്തിലുള്ള കലാപരമായ വിഭാഗങ്ങളിൽ അവർ പങ്കെടുക്കുകയും ഇവർക്ക് സമ്മാനങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട്. ഒത്തിരിയേറെ കഴിവുകളുള്ള മക്കളാണ്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ക്രാഫ്റ്റ് പഠിപ്പിക്കുന്ന ടീച്ചറാണ്. പിന്നെ ഈ കുട്ടികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മറ്റു കുട്ടികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ കുട്ടികൾ നല്ല കഴിവുള്ള കുട്ടികളാണ്. ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്താൽ അവർക്കത് ഗ്രഹിക്കാനും ചെയ്യാനുമുള്ള കലാപരമായി ചെയ്യാനുമുള്ള കഴിവ് ഈ കുട്ടികൾക്കുണ്ട്. പിന്നെ ഈ കുട്ടികളോടുകൂടി ആയിരിക്കുന്നതിൽ ഞാൻ സന്തോഷവതിയാണ്. എൻ്റെ പേര് റിജോ ജോയി. ഇതെൻ്റെ ഭാര്യ അനുശ്രീ. ഇതെൻ്റെ മോൾ ഹന്ന റോസ്. ഞാൻ 2004 മെയ് മാസത്തിലാണ് ഇവിടെ ആദ്യമായിട്ട് വന്നത്. അന്ന് മുതൽ അതിനു മുമ്പ് ഞാൻ ഒരു ഗവൺമെൻറ് സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് എനിക്ക് എഴുതാനും വായിക്കാൻ പോലും അറിയില്ലായിരുന്നു. അപ്പോൾ ഒരു നമ്മുടെ ഇടവകയുടെ സിസ്റ്റർ സാവിയാണ് എനിക്ക് വഴികാട്ടി തന്നത്. ഞാനിവിടെ വന്നു. എനിക്ക് സ്കൂൾ ഇഷ്ടപ്പെട്ടു. ഇവിടെ നിന്നാണ് എനിക്ക് സബ് ജില്ലാ കലോത്സവത്തിനും സ്പോർട്സിനും ടൂറിനും എല്ലാത്തിനും എന്നെ കൊണ്ടായത്. തീരാത്ത കടപ്പാടാണ് എനിക്ക് ഈ സ്കൂളുമായിട്ടും ഈ അധ്യാപകരുമായിട്ട് എനിക്ക് ഉള്ളത്. അതിൽ ദൈവത്തോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. ഇപ്പം ഞാൻ തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഹോസ്പിറ്റൽ അറ്റൻഡൻ്റായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ മമ്മിയുടെ ചേച്ചി സിസ്റ്റർ വന്ദന ദീനസേവന ശുശ്രൂഷയിലെ ഒരംഗമാണ്. അന്നത്തെ 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ട്യൂഷൻ എടുക്കാനായിട്ടാണ് ഡിഗ്രി കഴിഞ്ഞ ഉടനെ ആൻറ്റി എന്നെ ഈ ശുശ്രൂഷ മേഖലയിലേക്ക് ക്ഷണിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഇത് ഹിയറിംഗ് ഇമ്പയർഡ് കുട്ടികളാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. വന്നതിന് ശേഷമാണ് ഇങ്ങനെയുള്ള കുട്ടികളാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. 1 വർഷത്തെ ഇവരോട് കൂടെയുള്ള ജീവിതം അതുവഴിയാണ് പട്ടുവത്തെ ശുശ്രൂഷ മേഖലകളെക്കുറിച്ചും ഈ കുഞ്ഞുങ്ങളുടെ കൂടെയുള്ള ശുശ്രൂഷകളും അതുപോലെ തന്നെ ദീനസേവന സഭയുടെ വിവിധ ശുശ്രൂഷ മേഖലകളുമൊക്കെ കാണുവാനും പരിചയപ്പെടുവാനും ഇടയാവുകയും പിന്നെ തുടർന്നുള്ള വർഷം എനിക്ക് ഈ സന്യാസ സഭയിലേക്ക് ചേരുവാനായിട്ട് അതിയായ ആഗ്രഹമുണ്ടാവുകയും ഈ ഒരു സമർപ്പണ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയും ചെയ്തു. എൻ്റെ പേര് സിസ്റ്റർ നിർമ്മൽ റോസ്. ഞാനിവിടെ വന്നിട്ട് 2 മാസമായിട്ടുള്ളൂ. കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യാനും ഇവരോട് ഇടപഴകുമ്പോഴൊക്കെ അവരോട് കൂടുതൽ അവരെ നമ്മൾ കരുതലും വളരെ സ്നേഹിക്കാനൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ അവരുടെ കഴിവുകളൊക്കെ കാണുമ്പോൾ വളരെയധികം അത്ഭുതം തോന്നാറുണ്ട്. എൻ്റെ പേര് റെജി. ഞാനിവിടെ ഹോസ്റ്റൽ വാർഡനായിട്ട് വർക്ക് ചെയ്യുകയാണ്.
22 വർഷത്തോളം ഇവിടെ ഹോസ്റ്റലിൽ വർക്ക് ചെയ്യുന്നു. കുട്ടികൾ നല്ല അനുസരണവും അച്ചടക്കത്തിലാണ് ഇവിടെ ജീവിക്കുന്നത്. അവർക്ക് വേണ്ടുന്ന പഠനകാര്യങ്ങളിലും മറ്റ് ആക്ടിവിറ്റീസുകളിലും എല്ലാം നല്ല രീതിയിൽ തന്നെ കുട്ടികൾ മികച്ച രീതിയിൽ തന്നെ വളരാനുള്ള സാഹചര്യവും അല്ലെങ്കിൽ ഹോസ്റ്റലുകളിലുണ്ട്. DSSSൻ്റെ ഈ സ്ഥാപനത്തിലൂടെ വളരെയധികം കുട്ടികൾ വളർന്നു വന്നിട്ടുണ്ട്. ഇനിയും ഈ കുഞ്ഞുങ്ങളോടൊത്ത് നിൽക്കണം, ജീവിതകാലം മുഴുവൻ നിൽക്കണം എന്ന് പറഞ്ഞാലും എനിക്കതിലൊരു തടസ്സവുമില്ല. അതുപോലെ തന്നെ എൻ്റെ കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ആണെങ്കിലും ഇവരൊക്കെ ഞങ്ങൾ ഒരു കുടുംബം പോലെയാണ് ശരിക്കും പറഞ്ഞാൽ ജീവിക്കുന്നത്. കുഞ്ഞുങ്ങളും ടീച്ചേഴ്സും സിസ്റ്റേഴ്സും എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ഒരു സംഗമം, അതൊരു വലിയ സന്തോഷമാണ്. അപ്പോൾ ഇവിടെ തന്നെ 10 സിസ്റ്റേഴ്സുണ്ട്, അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ടീച്ചേഴ്സുണ്ട്. ഇവരൊക്കെ വന്നാലും ഞങ്ങളെല്ലാം ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഈ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഏറ്റവും അധികം ആവശ്യമായിരിക്കുന്നതെന്ന് പറയുന്ന ഒരു കമ്മിറ്റ്മെൻ്റാണ്. അതിനപ്പുറത്തേക്ക് ബാക്കി നമുക്ക് സാലറി ഉണ്ടോ, നമ്മുടെ സർവീസ് എന്താണ്, ഇതൊന്നുമല്ല. അതിനപ്പുറത്ത് ഈ കുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റ് അതൊരിക്കലും കളയാതെ സൂക്ഷിക്കണമെന്ന് ഞാൻ എൻ്റെ ടീച്ചേഴ്സിനോട് നിരന്തരം പറയുന്നൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ ടീച്ചേഴ്സിന് അത് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. എന്താ പറയേണ്ട, ഈ ഒരു അനുഭവത്തിൽ ദൈവം ഇത്രയും നാൾ നയിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ എൻ്റെ മുൻപുണ്ടായിരുന്ന, എനിക്ക് മുമ്പ് ഇവിടെ ഹെഡ് മിസ്ട്രസ് ആയിട്ടുണ്ടായിരുന്ന സിസ്റ്റർ വന്ദനയാണ്. സിസ്റ്ററും ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വാസ്തവത്തിൽ സിസ്റ്ററിൻ്റെ കുഞ്ഞുങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ കണ്ടുപഠിച്ചതിൽ നിന്നാണ് എനിക്കും ഒരു പരിധി വരെ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ കരുതലോടുകൂടി പെരുമാറാനായിട്ട് എനിക്ക് സാധിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് എൻ്റെ മാതാപിതാക്കൾ. ഞാൻ കണ്ടിടത്തോളം എൻ്റെ അപ്പച്ചൻ മരിച്ചുപോയി, എന്നിരുന്നാലും എന്നും കരുണ കാണിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ എൻ്റെ അപ്പച്ചനെ കണ്ടിട്ടുള്ളൂ. ആര് സഹായത്തിന് വന്നാലും ആര് അടുത്ത് വന്നാലും അവിടെയൊക്കെ ഒരു കരുണയുടെ മുഖം ഞാൻ എൻ്റെ അപ്പച്ചനിൽ കണ്ടിട്ടുണ്ട്. ആ ഒരു കരുണയുടെ മുഖം ആണ് മദർ പേത്രയിൽ ഞാൻ കണ്ടത്. മദർ പേത്ര പാവപ്പെട്ടവരോടുള്ള ആ ഒരു കരുതലും സ്നേഹവും അത് തന്നെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ എൻ്റെ പരമാവധി ഞാനും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുറവുകളുണ്ട്, പക്ഷേ അതിലപ്പുറത്ത് ദൈവം നയിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസമാണ് ഇന്നും ഈ കുഞ്ഞുങ്ങളോടൊപ്പം ആയിരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ദൈവത്തിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു.